നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. ഒല്ലൂർ ESIക്ക് സമീപം ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ചിറ്റിശ്ശേരി സ്വദേശിയായ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. പാലിക്കര ടോൾ പ്ലാസ കേസിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. കരാർ കമ്പനിക്കാരോട് റോഡ് പണിക്ക് ചിലവായ സംഖ്യയുടെ കണക്കുകളും കമ്പനി ന്യായമായി ഉദ്ദേശിക്കുന്ന ലാഭസംഖ്യയെക്കുറിച്ചുള്ള കണക്കുകളും ഹാജരാക്കുവാൻ കോടതി ഉത്തരവ്. വേണ്ട ഹിംസയും ലഹരിയും എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു. അഭിമാനം വാനോളമുയർത്തി ആലത്തൂരിന്റെ കമാൻഡോ കിഡ്സ് പാസിംഗ് ഔട്ട് പരേഡ്. ജൈവ കർഷകൻ TP വിനയന്റെ നേതൃത്വത്തിൽ തരിശുനിലങ്ങളിലും വിവിധ വിദ്യാലയങ്ങളിലും നിർമ്മിക്കുന്ന ജൈവ പച്ചക്കറി തോട്ടങ്ങളുടെ ഉദ്ഘാടനം നടത്തി. പുത്തൻ റെക്കോർഡ് കടന്ന് സംസ്ഥാനത്തെ സ്വർണ്ണവില. ചരിത്രത്തിൽ ആദ്യമായി പവന്റെ നിരക്ക് 68,000 കടന്നു. വാർത്തകൾ വിശദമായി. ഒല്ലൂർ ESIക്ക് സമീപം ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ചിറ്റിശ്ശേരി സ്വദേശിയായ ബൈക്ക് യാത്രികൻ മരിച്ചു. ചിറ്റിശ്ശേരി കുണ്ടേപ്പറമ്പിൽ 25 വയസ്സുള്ള ആഷിഖ് മണികണ്ഠനാണ് മരിച്ചത്. തിങ്കളാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു അപകടം. ഉടനെ തന്നെ ഒല്ലൂർ ആക്സ് പ്രവർത്തകർ ആഷിഖിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പിന്നീട് മരിച്ചു. പാലിക്കര ടോൾ പ്ലാസ കേസിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. പാലിക്കര ടോൾ പ്ലാസയുടെ ടോൾ പിരിക്കുവാനുള്ള കാലാവധി 2026 നിന്ന് 2028 നീട്ടിക്കൊടുത്തതും കരാർ കമ്പനി ന്യായമായ ലാഭമുണ്ടാക്കിയിട്ടും ടോൾ പിരിവ് തുടരുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി J കോടങ്കണ്ടത്ത് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് നടപടി. അഡ്വക്കേറ്റ് ഗംഗേഷ് മുഖാദിനം നൽകിയ ഹർജി ജസ്റ്റിസുമാരായ A മുഹമ്മദ് മുസ്താഖ്, P കൃഷ്ണകുമാർ എന്നിവർ അടങ്ങുന്ന ബെഞ്ച് വാദത്തിനെടുത്തിരുന്നു. ഹർജിക്കാരുടെ ഭാഗം വാദം കേട്ട കോടതി 2025 ഫെബ്രുവരി 22-ാം തീയതി കരാർ കമ്പനിക്കാരോട് റോഡ് പണിക്ക് ചെലവായ സംഖ്യയുടെ കണക്കുകളും കമ്പനി ന്യായമായി ഉദ്ദേശിക്കുന്ന ലാഭസംഖ്യയെക്കുറിച്ചുള്ള കണക്കുകളും ഹാജരാക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ ഇതിനുശേഷം 2 തവണ കേസ് വാദത്തിന് വന്നിട്ടും ഈ രേഖകൾ ഹാജരാക്കിയില്ലെന്ന് ഹർജിക്കാരൻ പറഞ്ഞു. ഇതേ തുടർന്ന് ചൊവ്വാഴ്ച കേസ് വാദത്തിനെടുത്തപ്പോൾ ഇതുവരെയായും ഈ രേഖകൾ ഹാജരാക്കാത്തതിനാൽ കോടതി ഏപ്രിൽ 7-നുള്ളിൽ ഈ രേഖകൾ ഹാജരാക്കണമെന്ന് ഉത്തരവിട്ടു. വേണ്ട ഹിംസയും ലഹരിയും എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു. KK രാമചന്ദ്രൻ MLA ആദ്യ കണ്ണിയായി. മനുഷ്യച്ചങ്ങലയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പൊതുയോഗം ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ജെയ്ക് C തോമസ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് PN വിഷ്ണു അധ്യക്ഷനായി. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി PD നെൽസൺ, പുതുക്കാട് മേഖലാ സെക്രട്ടറി ആൽബിൻ ചാക്കോ, സംഘാടക സമിതി ചെയർമാനും CPM കൊടകര ഏരിയ സെക്രട്ടറിയുമായ PK ശിവരാമൻ, SFI കൊടകര ഏരിയ സെക്രട്ടറി TS ഷാനിദ്, SFI ജില്ലാ കമ്മിറ്റി അംഗം VS അതിഥി, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, CPM പുതുക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആൽജോ പുളിക്കൻ, ഡിവൈഎഫ്ഐ എക്സിക്യൂട്ടീവ് അംഗം CV സുധ എന്നിവർ പ്രസംഗിച്ചു. കേരളം സമീപകാല ആഴ്ചകളിലാകെ അത്യസാധാരണമായ ഗൗരവത്തോടുകൂടെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ലഹരി സംബന്ധമായി നമ്മുടെ നാട് നേരിടുന്ന വെല്ലുവിളികളെ സംബന്ധിച്ച്. ഞാൻ സൂക്ഷ്മതയുള്ള വിശദാംശങ്ങളിലേക്ക് കിടക്കണം എന്നാഗ്രഹിക്കുന്നില്ല. അല്പ ആഴ്ചകൾക്ക് പുറകെ കേരളത്തിൽ നിരവധിയായിട്ടുള്ള ക്രിമിനൽ സ്വഭാവത്തോടു കൂടെയുള്ള സംഭവവികാസങ്ങളുടെ തുടർച്ച നമ്മുടെ നാടിന് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. ഇവിടെ വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് നമ്മുടെ കേരളം ആകെ ചർച്ച ചെയ്യപ്പെടുന്ന ലഹരിയുമായി ബന്ധപ്പെട്ട ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു കൂട്ടായ്മ സഖാവിൻ്റെ നേതൃത്വത്തിൽ ഏറെ മാതൃകാപരമായി തന്നെ ഈ സംസ്ഥാനത്ത് തന്നെ ഏറെ മാതൃകാപരമായി തന്നെ മണ്ഡലാടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ജനസഭ എന്ന പേരിൽ
ലഹരിക്കെതിരെ വലിയ പോരാട്ടം എന്ന രീതിയിലാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇരിങ്ങാലക്കുട സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിന്റെ ആമ്പല്ലൂർ ബ്രാഞ്ച് ഓഫീസിന്റെ ഉദ്ഘാടനം സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ഷാജി മോഹൻ നിർവഹിച്ചു. കാർഷിക വൃത്തിയിലേർപ്പെട്ട സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രങ്ങളായി ബാങ്കുകളെ മാറ്റിയെടുക്കാനാണ് തങ്ങളുടെ തീരുമാനമെന്ന് ഷാജി മോഹൻ പറഞ്ഞു. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് തിലകൻ പൊയ്യാറ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ K രാജേശ്വരി, KM ബാബുരാജ്, സുന്ദരി മോഹൻദാസ്, റീജിയണൽ മാനേജർ R രാജേഷ്, K ഗോപാലകൃഷ്ണൻ, അരുണിമ ബാബു, C മുരളി, KL ജെയ്സൺ, രജനി സുധാകരൻ, KS ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. KK ശോഭനൻ, പ്രിൻസൻ തയ്യാലക്കൽ, AC സുരേഷ്, MK കോരൻ, ഇന്ദിര ഭാസി, EV മാത്യു, KS ഹരിദാസ്, VG ജയലളിത എന്നിവർ നേതൃത്വം നൽകി. ആമ്പല്ലൂർ കുണ്ടൂക്കാവ് ദേവസ്വം തെക്കേ ഗോപുരം കോംപ്ലക്സിന് മുൻവശത്താണ് ആമ്പല്ലൂർ ബ്രാഞ്ച് ആരംഭിച്ചിരിക്കുന്നത്. സഹകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ വരുമ്പോഴത്തേക്കും നേരത്തെ അന്തസ്സായിട്ട് തല വരുന്നേക്കാനുള്ള സാഹചര്യം പണ്ടെല്ലാം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് തലയുമുണ്ടല്ലോ. കരുവന്നൂർ ഇപ്പോഴും നമ്മുടെ മുന്നേ നിൽക്കുകയാണ്. സഹകരണ നേരത്തെ നമുക്ക് അഭിമാനമായിട്ട് പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷെ കാർഷിക ബാങ്കിന്റെ കാര്യത്തിൽ തലമുള്ള അവസ്ഥ നമുക്കുണ്ടായിട്ടില്ല. പഴയകാല ഭൂപണയ ബാങ്ക് എന്നറിയപ്പെടുന്ന ബാങ്ക് പേര് മാറി വന്നപ്പോൾ അതായത് ഇപ്പോൾ നമ്മളുടെ സഹകരണ വികസന ബാങ്കായി മാറി. ആ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ച് നമ്മുടെ ആമ്പല്ലൂർ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചിട്ട് 18 വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു. ഈ കാലയളവിൽ ഈ പ്രദേശത്തെ കാർഷിക രംഗത്തും സാധാരണ ജനവിഭാഗങ്ങളുടെ ഇടയിലും നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഈ സ്ഥാപനം നല്ലൊരു വേദിയാണ്. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ഭഗവതിയുടെ തിരുമുമ്പിൽ ഇങ്ങനെയൊരു കാര്യം ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. കാരണം മേൽക്കുമേൽ പുരോഗതി മാത്രമേ ഉണ്ടാവുള്ളൂ, യാതൊരു സംശയമില്ല. ഇരിങ്ങാലക്കുട കാർഷിക ഗ്രാമവികസന ബാങ്കിനെ കുറിച്ച് ഓർമ്മിക്കപ്പെടുമ്പോൾ ഞാൻ 32 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൃഷി ഓഫീസറായിട്ട് ഈ ബാങ്കിൽ ജോലിക്ക് ചേരുന്ന സമയത്ത് ശ്രീ വാരൻ മാഷായിരുന്നു കേന്ദ്ര ബാങ്കിൽ ഡയറക്ടർ കൂടിയായിരുന്നു. വാരൻ മാഷ ഇന്റർവ്യൂവിൽ ഉണ്ടായിരുന്നു. ഒരു ആമ്പല്ലൂർ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം 18 വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന ഒരു ബാങ്കാണ്. എന്നാൽ അതിന് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു. ഈ പരിമിതികൾക്കിടയിലും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറേയധികം നല്ല കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. ഈ അവസരത്തിൽ അവരോടുള്ള നന്ദി കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഇന്ന് ഈ അവസ്ഥയിൽ നമുക്ക് ഇരിക്കാനായിട്ട് നമ്മുടെ ബാങ്കിന് വേണ്ടിയിട്ട് ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുള്ള നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ സ്ഥാപക പ്രസിഡന്റായ ശ്രീ AC വാര്യർ തുടങ്ങി ഉണ്ടായിരുന്ന മുൻ പ്രസിഡന്റുമാർ, മുൻ ഭരണസമിതി അംഗങ്ങൾ. അഭിമാനം വാനോളം ഉയർത്തി ആലത്തൂരിന്റെ കമാൻഡോ കിഡ്സ് പാസിംഗ് ഔട്ട് പരേഡ്. കേരളത്തിലെ പ്രൈമറി വിദ്യാലയങ്ങളിൽ ആദ്യമായി നടപ്പിലാക്കിയ കമാൻഡോ കിഡിന്റെ 3ാമത് പാസിംഗ് ഔട്ട് പരേഡാണ് നടത്തിയത്. ചടങ്ങിൽ CISF ഡെപ്യൂട്ടി കമാൻഡറും സ്തുത്യർഹ സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ ജേതാവും പൂർവ്വ വിദ്യാർത്ഥിയുമായ MK വേണുഗോപാൽ സല്യൂട്ട് സ്വീകരിച്ചു. 2 വർഷം കൊണ്ട് 140 മണിക്കൂർ പരിശീലനവും 80 മണിക്കൂർ കായിക പരിശീലനവും പൂർത്തീകരിച്ച 4ാം ക്ലാസ്സിലെ 32 കുട്ടികൾക്കാണ് സർട്ടിഫിക്കറ്റും മെഡലും നൽകിയത്. സ്കൂൾ പ്രധാനാധ്യാപിക PM ജിൻസ, കമാൻഡോ കിഡ് നോഡൽ ഓഫീസർ CG അനൂപ്, ട്രെയിനർ ശിവദാസൻ കോടിയത്ത്, മുൻ പ്രധാനാധ്യാപകൻ NS സന്തോഷ് ബാബു, PTA പ്രസിഡന്റ് PS സുനിൽ, MPTA പ്രസിഡന്റ് സുമി ബൈജു, KT ഹൃദിക്, MR ഗോവിന്ദ്, TR കൃഷ്ണപ്രിയ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഈ കമാൻഡോ കിഡ്സ് എന്ന ആശയം നടപ്പിലാക്കി വിജയകരമാക്കിയ ആദ്യമായി ഇതിൻ്റെ പ്രൊഡക്റ്റ് സന്തോഷ് സാറിന് ഞാൻ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് അഭിനന്ദനങ്ങൾ പറയുകയാണ്. മണ്ണ് നന്നായാൽ എല്ലാം നന്നാവുമെന്ന് നടനും ജൈവ കർഷകനുമായ അനൂപ് ചന്ദ്രൻ പറഞ്ഞു. വിനയമുള്ളവനാണ് മണ്ണ് പറഞ്ഞിരിക്കുന്നത്. വിനയത്തോടെ മണ്ണിനെ സമീപിച്ചാലേ മണ്ണ് നമുക്ക് എന്തെങ്കിലും തരുള്ളൂ. പിന്നെ മണ്ണ് നന്നായാൽ ഏറെക്കുറെ എല്ലാം നന്നാവും.
പാടം നന്നായാൽ ഏറെക്കുറെ എല്ലാം നന്നാവും. ഒരു വീട്ടിൽ അമ്മ നന്നായാൽ ആ വീട് നന്നാവും. ഇത്തിരി മോശമാണെങ്കിലും കുഴപ്പമില്ല, നല്ല വെള്ളം. കേരള ജൈവ കർഷക സമിതി മറ്റത്തൂർ യൂണിറ്റ്, ഇത്തൂപ്പാടം പ്രകൃതി അഗ്രോ ജൈവ കർഷക കൂട്ടം എന്നിവയുടെ സഹകരണത്തോടെ ജൈവ കർഷകൻ TP വിനയന്റെ നേതൃത്വത്തിൽ തരിശു നിലങ്ങളിലും വിവിധ വിദ്യാലയങ്ങളിലും നിർമ്മിക്കുന്ന ജൈവ പച്ചക്കറി തോട്ടങ്ങളുടെ ഉദ്ഘാടനം തൈ നട്ടുകൊണ്ട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി അറിവുകൾ പകർന്നു നൽകി കുട്ടികളെ വളർത്താൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്നും പഴമയെ ചേർത്ത് പിടിച്ചും പുതുമയെ ഒപ്പം നിർത്തിയും മുന്നോട്ടു പോകാൻ കഴിയണമെന്നും അനൂപ് ചന്ദ്രൻ പറഞ്ഞു. ചടങ്ങിൽ MR അനിയൻ അധ്യക്ഷത വഹിച്ചു. അക്ഷയശ്രീ അവാർഡ് നേടിയ TP വിനയൻ വിജിത ദമ്പതികളെ കേരള ജൈവ കർഷക സമിതി സംസ്ഥാന സെക്രട്ടറി സതീഷ് കുമാർ തുറവൂർ ആദരിച്ചു. ജൈവ കർഷകരായ ശ്രീകല രാജു, MG ദീപേഷ്, ജിമ മാത്യു, VR ശശി, VM ഹംസ, VK കാസിം, ഭാനുമതി, TV സുകുമാരൻ, രംഭ ബാബു എന്നിവരെയും ആദരിച്ചു. മറ്റത്തൂർ കൃഷി ഓഫീസർ MU ദിവ്യ, ജൈവ കർഷക സമിതി ജില്ലാ പ്രസിഡന്റ് TA ശിവരാമൻ, മറ്റത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് TD സഹജൻ, സെക്രട്ടറി ഷീല രാജൻ, വെള്ളിക്കുളങ്ങര സഹകരണ ബാങ്ക് പ്രസിഡന്റ് IR ബാലകൃഷ്ണൻ, മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി പ്രസിഡന്റ് CV ചന്ദ്രൻ, PV വേലായുധൻ, TD ജയപാലൻ എന്നിവർ സന്നിഹിതരായി. സമത്വം, സാമൂഹിക നീതി എന്നീ വിഷയത്തെ ആസ്പദമാക്കി നാടിപ്പാറ പിറവി കലാസാംസ്കാരിക വേദി വായനശാല വനിതാ സെമിനാർ സംഘടിപ്പിച്ചു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറിയൻ പ്രിന്റി പ്രദീപ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിയ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വായനശാല നൽകിയ ഉപഹാരം പ്രസിഡന്റ് ഏറ്റുവാങ്ങി. 2ാം വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. ലൈബ്രറി കൌൺസിൽ ചാലക്കുടി താലൂക്ക് കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം NS വിദ്യാധരൻ, വായനശാല സെക്രട്ടറി VS സുബീഷ്, ഹരിതകർമ്മസേന വോളണ്ടിയർമാരായ രജീഷ സുഭാഷ്, രമ്യ ബൈജു, ശാന്തകുമാരി സുഭാഷ്, വനിതാവേദി കൺവീനർ മഞ്ജു സജി, അനാമിക K ശശി എന്നിവർ പ്രസംഗിച്ചു. ചെങ്ങാലൂർ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ കായിക പരിശീലന ക്യാമ്പ് ആരംഭിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക ലേഖ ഡേവിസ്, PTA പ്രസിഡന്റ് VR രബീഷ്, കായിക അധ്യാപകൻ ഡെന്നി ഡേവിസ് എന്നിവർ ഹാജരായി. കായിക പരിശീലന ക്യാമ്പിൽ പങ്കെടുക്കുവാൻ താൽപര്യമുള്ളവർ 9658474709 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളോട് ഇരിങ്ങാലക്കുട രൂപത ശക്തമായി ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ KCBCയുടെ നിലപാടിനോട് രൂപത ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. വഖഫിന്റെ അന്യായവും നിയമാനുസൃതമല്ലാത്തതുമായ അവകാശവാദങ്ങളുടെ പേരിൽ മുനമ്പത്തെ ജനങ്ങൾ ആശങ്കയിലാണെന്നും അവരെ ഈ നിലയിലേക്ക് എത്തിച്ചത് വഖഫ് നിയമത്തിലെ ജനാധിപത്യ വിരുദ്ധവും സാമൂഹിക നീതിയുടെ ലംഘനവുമായ ചില വകുപ്പുകളാണെന്നും KCBC ആരോപണം ഉന്നയിച്ചു. മുനമ്പത്തെ ജനങ്ങൾ നിയമാനുസൃതം കൈവശം വച്ചുവരുന്ന ഭൂമിയിന്മേലാണ് വഖഫ് ബോർഡ് അവകാശം ഉന്നയിച്ചിരിക്കുന്നത്. മതനിയമത്തിന്റെ പിൻബലത്തിൽ ജനാധിപത്യ അവകാശങ്ങളെ തകർക്കാനാവില്ലെന്നും ജനങ്ങളിൽ വിഭാഗീയതയും സ്പർദ്ധയും ഉളവാക്കുന്ന അപരിഷ്കൃത നിയമങ്ങളെ ഇല്ലാതാക്കാൻ ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടാകണമെന്നും ഇരിങ്ങാലക്കുട രൂപത ആവശ്യപ്പെട്ടു. പുത്തൻ റെക്കോർഡ് കടന്ന് സംസ്ഥാനത്തെ സ്വർണ്ണവില. ചരിത്രത്തിൽ ആദ്യമായി പവന്റെ നിരക്ക് 68,000 കടന്നു. പവന് 680 രൂപ വർദ്ധിച്ച് 68,080 രൂപയും ഗ്രാമിന് 85 രൂപ വർദ്ധിച്ച് 8,510 രൂപയുമായി. കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. കഴിഞ്ഞ ദിവസമാണ് സ്വർണ്ണവില ആദ്യമായി 67,000 തൊട്ടത്. കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച വൈകിട്ട് 5-ന് കോടാലി ഗ്രാമീണ വായനശാലയിൽ വെച്ച് ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിക്കും. ചാലക്കുടി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സെബാസ്റ്റ്യൻ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. കുടുംബശ്രീ ജെൻഡർ RP ശാലിനി ജോയ് അധ്യക്ഷത വഹിക്കും. വസ്ത്ര ഫാഷൻ രംഗത്ത് പുത്തൻ തരംഗമാകാൻ ബ്ലൂ മൂൺ ജെൻസ് വെയർ ബുധനാഴ്ച രാവിലെ 9:30-ന് തലൂരിൽ പ്രവർത്തനം ആരംഭിക്കും. തലൂർ ഐശ്വര്യ കോംപ്ലക്സിലാണ് ജെൻസിന് വേണ്ട എല്ലാവിധ റെഡിമെയ്ഡ് വസ്ത്രങ്ങളും ഒരുക്കി ബ്ലൂ മൂൺ ആരംഭിക്കുന്നത്.
ശരീര സൗന്ദര്യം കാത്തുസൂക്ഷിക്കാൻ ടീം പവർ ഹൗസ് ബ്രാഞ്ച് 2 ഫിറ്റ്നസ് സെന്റർ ആൻഡ് ജിം 3 മുറിയിൽ പ്രവർത്തനം രാവിലെ 9-ന് ആരംഭിക്കുന്നു. 3 മുറി പള്ളിക്ക് സമീപം ചാത്തേലി ബിൽഡിംഗിൽ ആരംഭിക്കുന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി നിർവഹിക്കും. പഞ്ചായത്ത് അംഗം MS സുമേഷ് അധ്യക്ഷത വഹിക്കും. മിസ്റ്റർ സൗത്ത് ഇന്ത്യ ചാമ്പ്യൻ കൃഷ്ണദാസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. വടക്കാഞ്ചേരി ഫൊറോന പള്ളി വളവിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച രാവിലെയോടെ ഇരുദിശകളിൽ നിന്നായി വരികയായിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. വില്ലടം സ്വദേശി 18 വയസ്സുള്ള വിഷ്ണുപ്രിയ, മലപ്പുറം തിരൂർ സ്വദേശി 23 വയസ്സുള്ള അൻസാർ, പാലക്കാട് കോങ്ങാട് സ്വദേശി ജലീൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. വടക്കാഞ്ചേരി ആക്സ് ആംബുലൻസിന്റെയും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ആംബുലൻസിന്റെയും നേതൃത്വത്തിൽ പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച മുതൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 3-4 ദിവസങ്ങളിൽ എല്ലാ ജില്ലകളിലും ഇടിമിന്നലോടും കാറ്റോടും കൂടിയ വേനൽ മഴ ശക്തമാകാനുള്ള സൂചനകളാണ് ഉള്ളതെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. മലയോര മേഖലയിൽ കൂടുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഏപ്രിൽ മാസത്തിൽ കേരളത്തിൽ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മഴ ലഭിക്കാനാണ് സാധ്യത. ഉയർന്ന താപനില വടക്കൻ ജില്ലകളിൽ സാധാരണയേക്കാൾ കൂടുതലും മധ്യ തെക്കൻ ജില്ലകളിൽ സാധാരണ ഏപ്രിൽ മാസത്തിൽ അനുഭവപ്പെടുന്ന ചൂടും അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. രാജ്യത്ത് ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ഇനിയുള്ള 3 മാസങ്ങളിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. ചെങ്ങാലൂർ ഓട്ടിസം പാർക്കിലെ ഓട്ടിസം ദിനാചരണവും ഓട്ടിസം പാർക്കിലെ കുട്ടികളുടെ ചെണ്ടമേള അരങ്ങേറ്റവും ഏപ്രിൽ 3-ന് വ്യാഴാഴ്ച രാവിലെ 10-ന് നടക്കും. ഇനി കാണാം ഇൻഫോടോക്ക്. ഹൃദ്രോഗം തടയുന്നതിലും ഹൃദയധമനികളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്തുന്നതിലും സമീകൃത ആഹാരം നിർണായക പങ്ക് വഹിക്കുന്നു. ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുകയും രക്താതിമർദ്ദം, ഉയർന്ന കൊളസ്ട്രോൾ തുടങ്ങിയ അവസ്ഥകളുടെ അപകട സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്ന പോഷക സമ്പുഷ്ടമായ ഭക്ഷണങ്ങളെക്കുറിച്ച് അറിയാം. റിപ്പോർട്ട് കാണാം. കൊഴുപ്പുള്ള മത്സ്യങ്ങളായ സാൽമൺ, അയല, മത്തി, ട്യൂണ എന്നിവ omega-3 ഫാറ്റി ആസിഡുകളുടെ മികച്ച ഉറവിടങ്ങളാണ്. ഇത് വീക്കം കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു. omega-3 അടങ്ങിയ മത്സ്യം പതിവായി കഴിക്കുന്നത് ഹൃദയാഘാതത്തിനുള്ള സാധ്യത കുറയ്ക്കുന്നു. ബദാം, വാൾനട്ട്, പിസ്ത തുടങ്ങിയ നട്ട്സുകളിൽ ആരോഗ്യകരമായ അപൂരിത കൊഴുപ്പുകൾ, നാരുകൾ, ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ദിവസവും ഒരു പിടി നട്ട്സ് കഴിക്കുന്നത് LDL അഥവാ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും ഹൃദയത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായിക്കും. ഇലക്കറികളിൽ വിറ്റാമിനുകളും ധാതുക്കളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിരിക്കുന്നു. രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന നൈട്രേറ്റുകളും വിറ്റാമിൻ കെയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇലക്കറികൾ കൂടുതൽ കഴിക്കുന്ന വ്യക്തികൾക്ക് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് പഠനങ്ങൾ പറയുന്നു. ബ്ലൂബെറി, സ്ട്രോബെറി, റാസ്ബെറി തുടങ്ങിയ ബെറികളിൽ ആന്തോസയാനിൻ പോലുള്ള ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് ഹൃദയത്തിലെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദവും വീക്കവും കുറയ്ക്കുന്നു. ഓട്സ്, ബ്രൗൺ റൈസ്, ഗോതമ്പ് തുടങ്ങിയ ധാന്യങ്ങൾ ഹൃദയാരോഗ്യത്തെ സഹായിക്കുന്ന അവശ്യ നാരുകളും വിറ്റാമിനുകളും ധാതുക്കളും നൽകുന്നു. ധാന്യങ്ങൾ കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കും. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. പറപ്പൂക്കര നെല്ലായി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സായാൻ OPയിൽ ഡോക്ടറുടെ നിയമനം നടത്തുന്നു. അപേക്ഷകർ MBBS TCMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് യോഗ്യതയുള്ളവരായിരിക്കണം. അപേക്ഷകൾ ഏപ്രിൽ 7-ന് 4 മണിക്ക് മുമ്പായി മെഡിക്കൽ ഓഫീസർ, കുടുംബാരോഗ്യ കേന്ദ്രം, പറപ്പൂക്കര, പന്തലൂർ, നെല്ലായി PO, തൃശൂർ എന്നീ വിലാസത്തിൽ അയക്കുകയോ നേരിട്ട് ഓഫീസിൽ എത്തിക്കുകയോ ചെയ്യേണ്ടതാണ്. സ്വർണ്ണവില. സ്വർണ്ണ ഗ്രാമിന് 8,510 രൂപയും പവന് 68,080 രൂപയും രേഖപ്പെടുത്തി. പറപ്പൂക്കര പരേതനായ തണ്ടയിൽ മാണിപ്പറമ്പിൽ കൊച്ചാപ്പു ഭാര്യ മേരി അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4-ന് പറപ്പൂക്കര സെന്റ് ജോൺസ് ഫൊറോന പള്ളിയിൽ. ത്രേസ്യ, മറിയംകുട്ടി, ലോനപ്പൻ, റൂസിലി, എൽസി, പാവുണി ബേബി, സിസ്റ്റർ ജോയ്സി, ഷാജു,
സിസ്റ്റർ ഷോജി, ഫാദർ ആന്റണി എന്നിവർ മക്കളും, ലോനപ്പൻ, ജേക്കബ്, ഓമന, ജോൺസൺ, റാഫേൽ, സ്റ്റെല്ല, ഈശപ്പൻ, ഷൈജ എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് കാഞ്ഞൂർ ചിരിയങ്കണ്ടത്ത് അന്തോണി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. തങ്കമ്മയാണ് ഭാര്യ, ഷാജുവാണ് മകൻ. പുതുക്കാട് തെക്കേത്തുറവ് പരേതരായ അമ്പക്കാട്ട് തങ്കമ്മയുടെയും പെരുമ്പഴഞ്ഞി വേലായുധൻ നായരുടെയും മകൻ മോഹനൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ശോഭനയാണ് ഭാര്യ. അനൂപ്, അഞ്ജന എന്നിവർ മക്കളും, ശ്രീരാജ് മരുമകനുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഒല്ലൂർ ESIക്ക് സമീപം ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് ചിറ്റിശ്ശേരി സ്വദേശിയായ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. പാലിക്കര ടോൾ പ്ലാസ കേസിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. കരാർ കമ്പനിക്കാരോട് റോഡ് പണിക്ക് ചിലവായ സംഖ്യയുടെ കണക്കുകളും കമ്പനി ന്യായമായി ഉദ്ദേശിക്കുന്ന ലാഭസംഖ്യയെക്കുറിച്ചുള്ള കണക്കുകളും ഹാജരാക്കുവാൻ കോടതി ഉത്തരവ്. വേണ്ട ഹിംസയും ലഹരിയും എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഡിവൈഎഫ്ഐ കൊടകര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു. അഭിമാനം വാനോളമുയർത്തി ആലത്തൂരിന്റെ കമാൻഡോ കിഡ്സ് പാസിംഗ് ഔട്ട് പരേഡ്. ജൈവ കർഷകൻ TP വിനയന്റെ നേതൃത്വത്തിൽ തരിശുനിലങ്ങളിലും വിവിധ വിദ്യാലയങ്ങളിലും നിർമ്മിക്കുന്ന ജൈവ പച്ചക്കറി തോട്ടങ്ങളുടെ ഉദ്ഘാടനം നടത്തി. പുത്തൻ റെക്കോർഡ് കടന്ന് സംസ്ഥാനത്തെ സ്വർണ്ണവില. ചരിത്രത്തിൽ ആദ്യമായി പവന്റെ നിരക്ക് 68,000 കടന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.